എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ നല്ല മഴയാണ്, എല്ലാ സ്ഥലത്തും മഴയാണെന്നൊക്കെയാണല്ലോ നമ്മൾ വാർത്തയിൽ കാണുന്നത്. എല്ലാവരും സുഖമായിരിക്കട്ടെ, സേഫായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മെഴുക്ക് പുരട്ടിയിലേക്ക് പോകാം. ഇന്നത്തെ മെഴുക്ക് പുരട്ടി ക്യാരറ്റ് കൊണ്ടാണ് കേട്ടോ. ക്യാരറ്റ് മെഴുക്ക് പുരട്ടി കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. അധികം പേർക്ക് ഒരു മധുരമൊക്കെ ആയതുകൊണ്ട് ക്യാരറ്റ് കൊണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലും ഉപ്പേരി തോരനൊക്കെ കഴിക്കാൻ മടിയായിരിക്കും. പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാവേ. ഒരു 5 ക്യാരറ്റ് ഉണ്ട്, ചെറുത്. അതൊക്കെ നന്നാക്കി നല്ലോണം പീൽ ചെയ്ത് കഴുകി മുറിച്ച് നമ്മളെടുക്കുക. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, വലിയൊരു ഉരുളക്കിഴങ്ങാണ്, അത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു 10 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില. ഇത്രയേ ഉള്ളൂ ഈ മെഴുക്ക് പുരട്ടിക്ക് കേട്ടോ. മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മെഴുക്കിൽ തന്നെ ഉണ്ടാക്കണം, എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ തന്നെ, അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ മെഴുക്ക് പുരട്ടിയിൽ പേര് വന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് പച്ചമുളക് മുറിച്ചിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് വാടി കുത്തിയിട്ട് കഴിഞ്ഞ് നമ്മൾ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞു കഷ്ണം ഇഞ്ചി മുറിച്ചിട്ട് ഇടുക, വെളുത്തുള്ളി, ചുവന്നുള്ളി. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മെഴുക്ക് പുരട്ടിയിൽ അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കാറില്ലല്ലോ അധികം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നല്ലോണം ഒന്ന് വഴന്ന് കിട്ടണം ചുവന്നുള്ളി എപ്പോഴും നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് കുറച്ച് അധികമൊക്കെ ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാൻ പറ്റും. അത് അധികം വലിപ്പമില്ലാതെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് കാണാനും കഴിക്കുമ്പോഴൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ, ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി അതിൻ്റെ കളറ്. പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത് ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കണം. ഒരു ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അത് നല്ല ടേസ്റ്റിയാണ്. എല്ലാ മക്കളും കഴിച്ചോളും. വലിയവർക്കും പിള്ളേർക്കും ഒക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും കേട്ടോ. നല്ലൊരു മെഴുക്ക് പുരട്ടീൻ്റെ ഒരു റെസിപ്പിയായിട്ട് ഞാൻ വന്നു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോ എല്ലാവരും കാണും. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.